ലോകത്തെല്ലായിടത്തും ഇപ്പോൾ യുദ്ധ അന്തരീക്ഷമാണ്. വെനിസുല പിടിക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കത്തിൽ കരയുദ്ധം ഉണ്ടാകുമെന്നുള്ള സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു ട്രംപ്. മറ്റൊരിടത്ത് തായ്വാൻ പിടിക്കാൻ മുൻപോട്ട് കുതിച്ച ചൈന ഇപ്പോൾ അത് ദക്ഷിണ കൊറിയയും ജപ്പാനെയും കൂടി ആക്രമിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനകൊയ്ചി പറഞ്ഞത്, തായ്വാനെതിരെ ഏതെങ്കിലും തരത്തിൽ ചൈന സൈനിക നടപടിക്ക് ഒരുങ്ങിയാൽ തങ്ങളത് തടയിടുമെന്ന്. അതിന് തൊട്ടു പിന്നാലെ കൂടുതൽ വാർഷിപ്പുകൾ അയച്ചുകൊണ്ടാണ് ചൈന മറുപടി നൽകിയത്. ഇപ്പോൾ ചൈനയ്ക്ക് പിന്തുണയുമായി റഷ്യ അവരുടെ ആണവശേഷിയുള്ള യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ ഈ ജപ്പാൻ തീരത്തിന് അടുത്തേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. ഇത് ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ചൈനയുടെയും റഷ്യയുടെയും യുദ്ധവിമാനങ്ങൾ ജപ്പാന് ചുറ്റും സംയുക്ത ദീർഘദൂര പട്രോളിംഗ് നടത്തിയതായിട്ടാണ് അവർ അറിയിക്കുന്നത്. 2 ആണവ പടക്കപ്പലുകൾ, 295 ബോംബറുകൾ എന്നിവയാണ് തങ്ങൾക്ക് ചുറ്റും റഷ്യ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനിടയിൽ ദക്ഷിണ കൊറിയയിലെ പ്രതിരോധ മേഖലയിൽ 2 ചൈനീസ് യുദ്ധവിമാനങ്ങളും 7 റഷ്യൻ യുദ്ധവിമാനങ്ങളും കടന്നു കയറിയതായി ദക്ഷിണ കൊറിയയും അറിയിക്കുന്നു. ഇതോടുകൂടി തന്നെ തായ്വാൻ 2027 മുമ്പ് പിടിച്ചെടുക്കും എന്ന് ചൈന വളരെ കാലമായി പറയുന്ന ഒരു കാര്യമാണ്. അതിനുള്ള അവസാന ഒരുക്കത്തിലുമാണ് അവർ. ഇതിനിടയിലാണ് ജപ്പാനുമായി കൊമ്പ് കോർക്കേണ്ടി വന്നത്. അതിനടുത്ത് തന്നെ ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയയും ചൈനയും വലിയ ശത്രുതയിൽ നിൽക്കുന്ന 2 രാജ്യങ്ങളാണ്. ഇതിനിടയിലേക്കാണ് ഇപ്പോൾ റഷ്യ കൂടി പരസ്യമായി തന്നെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്, തങ്ങളുടെ സഖ്യകക്ഷികളോടൊപ്പം തങ്ങൾ നിൽക്കുക തന്നെ ചെയ്യും. അതായത് ആയുധം കൊണ്ട് മാത്രമല്ല, തങ്ങൾ നേരിട്ട് തന്നെ അവർക്കൊപ്പം നിൽക്കുമെന്ന്. ഏതായാലും ഇപ്പോൾ ചൈനയ്ക്കൊപ്പം റഷ്യൻ പടക്കപ്പൽ കൂടി ചേരുമ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.